നമസ്കാരം. മദ്യപിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. എന്നാൽ മദ്യപിച്ച് മറ്റൊരാളുടെ നെഞ്ചത്ത് കയറുന്നത് അല്പം മര്യാദകേടാണ്, തെറ്റായ കാര്യം തന്നെയാണ്. അതും ഈ മഴയും വെയിലും ഒന്നും തന്നെ നോക്കാതെ, രാവും പകലും നോക്കാതെ നമ്മൾ ഇരുട്ടിലാവരുത് എന്ന് കരുതുന്ന KSEB ജീവനക്കാരോട്. സംഭവം നടന്നത് വേറെ എങ്ങുമല്ല, ഇങ്ങ് കേരളത്തിൽ തന്നെയാണ്. ഇന്നലെ ഓഡിയോ സംഭാഷണം നമുക്കൊന്ന് കേട്ടുപോകാം. കറക്റ്റ് നടന്നെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 6 മണിക്ക് പുള്ളി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ കാർ 3 ഫേസ് ആണ്, അതിലൊരു ഫേസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ 8 മണിക്ക് നമ്മൾ ലൈൻ സ്റ്റാഫുകൾ അങ്ങോട്ട് വിളിച്ചു വെച്ച സമയത്ത് ആൾറെഡി അവിടെ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അപ്പം കംപ്ലൈന്റ് ക്ലോസ് ചെയ്തു. വിളിച്ചു വെച്ചപ്പോൾ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 4 മണിക്ക് വീണ്ടും വിളിച്ചു പറഞ്ഞു കറണ്ട് ഇല്ലെന്ന് രീതി വീണ്ടും വിളിച്ചു പറഞ്ഞു. രാവിലെ 4 മണിക്ക് അല്ല, വൈകിട്ട് 4 മണിക്ക്. രാവിലെ 6 മണിക്ക് വിളിച്ചു പറഞ്ഞു, രാവിലെ 8 മണിക്ക് ഒരു കൺസ്യൂമറിനെ വിളിച്ചു വെച്ചപ്പോൾ കറണ്ട് ഇന്നലെ ഇന്നലെ വൈകിട്ട് 4 മണി വീണ്ടും വിളിച്ചു പറഞ്ഞ് അങ്ങനെ വീണ്ടും കറണ്ട് ഇല്ലെന്ന് പറയത്തില്ല. അങ്ങനെ നോക്കാനായിട്ട് പോയ സമയത്താണ് ഈ മീറ്ററിന്റെ ടെർമിനലിൽ അവർക്ക് ചെറിയ സംശയം തോന്നിയിരിക്കുന്നത്. മീറ്ററിന്റെ ടെർമിനൽ 3 ഫേസ് ആണ്, അതിൽ 2 എണ്ണം ഉണ്ട്. അതായത് നമ്മളെ ഇന്ന് കൊടുക്കുന്നത് സർവീസ് വരുന്ന മീറ്ററിലോട്ട് വരുന്നത്, പിന്നെ അടുത്തെന്ന് വെച്ചാൽ മീറ്ററിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതല്ല. അത് നേരെ തിരിച്ചാണ് കൊടുത്തിരുന്നത് എല്ലാ ഫേസിലും. അതായത് വീട്ടിലോട്ട് പോണതെടുത്ത് നമ്മളെ ഇന്നിലും കൊടുത്ത്, ഈ വീട്ടിലോട്ട് രണ്ടും തിരിച്ചു കൊടുത്ത്, ഇന്നെടുത്ത് ഔട്ടിലും കൊടുത്ത്, ഔട്ടിലെടുത്ത് ഇന്നിലും കൊടുത്ത്. മനസ്സിലായില്ല. അപ്പൊ അവർക്ക് ചെറിയ സംശയം, ഇത് തെഫ്റ്റിന്റെ പരിധിയിൽ വരും, മീറ്റർ ഓടുമെന്ന് ചെറിയ സംശയം. മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ സബ്ബഞ്ചറാണ്, ഞാനും കൂടെ ഉള്ള രാജീവ് 2 പേരുണ്ട്. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട്, ചെറിയ സംശയം ഉണ്ട്, ഇങ്ങനെ മീറ്ററിന്റെ ടെർമിൽ തിരിച്ചാണ് കൊടുത്തിരിക്കണം, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ സൈറ്റിൽ എത്തി നോക്കുന്ന സമയത്തെ പുള്ളി വിറകിൽ വന്ന് ഇങ്ങനെ പുള്ളി മദ്യപിച്ചിട്ടുണ്ട് എന്തായാലും. എടാ നീ എന്തിനാ നോക്കുന്നതെന്നുള്ള രീതി ചോദിച്ചു. അപ്പൊ നമ്മൾ നോക്കട്ടെ എന്താണെന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നോക്കിയതാണ്. ആ രീതിയിൽ തന്നെ വളരെ മാന്യമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പയ്യെ നീ ഒന്ന് നോക്കണ്ടാ എന്നുള്ള രീതിയിലായി. പിന്നെ ഇങ്ങനെ മദ്യപിച്ചങ്ങ് കേറി മദ്യപിച്ചു. പിന്നെ പയ്യെ കേറി നമ്മളെ പുറത്ത് മറ്റേ കൂടെ ഹൃദയം പിടിച്ച് തള്ളാൻ തുടങ്ങി. ആദ്യം അങ്ങനെ ഒരു തള്ളി ഇങ്ങനെ കൊണ്ട്, പിന്നെ അപ്പോഴും വെള്ളമാണെന്ന് മനസ്സിലായതാണ്. പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. വീണ്ടും തള്ളി, 3-ാം തള്ളി. അപ്പൊ അങ്ങനെ ഒരു തള്ളലേന്ന് പറഞ്ഞു. നിനക്കെന്താ തള്ളിയാ പറ്റൂലോ, അല്ലെങ്കിൽ നീ ആറാ. പിന്നെ തെറിയാണ് ഉള്ള തെറിയെന്ന് വെച്ചാൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിയും തള്ളലും കൂടെ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് എറിയുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് എന്താ തെറി വിളിക്കുമ്പോൾ ഹരം കൂടുന്നതെന്ന് ചോദിച്ചേക്കാം. അങ്ങനെ കുറെ നോക്കിയിട്ട് എന്റെ കഴുത്തിനേറി പിടിച്ച സമയത്ത് തന്നെ ഞാൻ തന്നെ കൈ തട്ടി മാറ്റി. ഒരു കൈ കൊണ്ട് ഞാൻ പിടിച്ച്, മറ്റേ കയ്യിൽ അങ്ങനെ പിടിച്ച് ആ രീതിയിലെത്തി. എന്നിട്ട് അതിനിടയ്ക്ക് നമ്മൾ ഈ വിഷയം ഉണ്ടാക്കേണ്ടെന്ന് രീതി നമ്മൾ ബൈക്കിൽ കയറി പിന്നെ പോയി എന്നിട്ട് ഏയും കൂടെ വന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ബൈക്കിന്റെ താക്കോൽ എടുത്തോണ്ട് പോയി. പുള്ളിക്കാരൻ വീട്ടിൽ പോയി. പുള്ളി വീട്ടിന്റെ ബാക്കിലോട്ട് പോയി. എന്നിട്ട് തെറി വിളിച്ചോണ്ടിരുന്നു. പിന്നെ ഇങ്ങോട്ട് വീണ്ടും വന്ന് താക്കോൽ നമുക്ക് തന്നില്ല. വണ്ടിയുടെ താക്കോലും കൊണ്ടുപോയി. നമ്മൾ എന്ത് ഇഷ്യൂ മനസ്സിലായി, പുള്ളി വെള്ളമാണെന്നുള്ള രീതി മനസ്സിലായിട്ട് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ ഏയും കൂടെ വന്നിട്ട് വരാന്നുള്ള രീതിയിൽ. ഇപ്പൊ അവിടെ നിന്നാ പിന്നെ കൂടുതലായിട്ട് നമ്മൾ ആ വിഷയം നമ്മൾ വിഷയം തൽക്കാലത്തേക്ക് മാറ്റിയത് ബൈക്ക് എടുക്കാനായിട്ട് സംബന്ധിച്ചു കണ്ടില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും ഒരു അക്ഷരം മിണ്ടിട്ടില്ല. പിന്നെ അറിഞ്ഞത് പുള്ളി ഏതോ പീഡന കേസിൽ പ്രതിനാണ്. അതിനെപ്പറ്റി അറിയില്ല. രാത്രി വേറെ ആൾ വിളിച്ചു പറഞ്ഞതാണ്. പുള്ളി ഏതൊക്കെ ഈ കേസിലേക്ക് ഉള്ള കക്ഷിയാണെന്നുള്ള രീതിയിൽ, പുള്ളി സ്ഥിരം പ്രശ്നക്കാരെന്ന രീതിയിലാണ് പിന്നെ അറിയാൻ സാധിച്ചത്. ആരും ഇടപെട്ടില്ല. പുള്ളിയുടെ വൈഫ് ആയാലും ശരി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കഴുത്തിന് കയറി പിടിച്ച സമയത്ത് വിളിച്ചു പറഞ്ഞ്, സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞാൻ എടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് നേരെ കേസ് കൊടുത്ത് ഇന്നലെ സ്റ്റേഷൻ ഇന്നലെ മൊഴി കൊടുക്കാനായിട്ട് വിളിച്ച്. അങ്ങനെ 3 കേസ് എടുത്തെന്ന് തോന്നുന്നു, FIR ഇട്ട്. അങ്ങനെ ഈ സ്ഥലം നടന്നത് ആശാരിമുക്ക്, ചാവറകോട്. ഇതുപോലെയുള്ള മദ്യപാനികൾ കാരണമാണ് ഈ സാധാരണ ജനങ്ങൾ പോലും നെട്ടോട്ടത്തിലാകുന്നത്. നാളെ ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു ജീവനക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കും വേണ്ടി സുരക്ഷിതത്വം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.